സാർ, അപ്പൊ പത്മയുടെ ബോഡി? സി, പത്മ ആക്രമിക്കപ്പെട്ടു എന്നത് നേരാണ്. അത് സ്ഥിരീകരിക്കാൻ നമുക്ക് അമ്പാടിയുടെ മൊഴി മാത്രം മതി. ബട്ട് പത്മ കൊല്ലപ്പെട്ടു എന്നതിന് ഇപ്പോഴും ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ആ കുട്ടി മിസ്സിംഗ് ആകാനും സാധ്യതയുണ്ട്. നമുക്ക് വിശദമായി അന്വേഷിക്കാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ബട്ട് അതിനൊക്കെ മുന്നേ എനിക്ക് ആദ്യം വേണ്ടത് ഇപ്പൊ ഇവിടെയുള്ള ഈ ബോഡി നസീമയുടേതാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. സോ വിത്ത് യുവർ പെർമിഷൻ, ഈ ബോഡി ഇപ്പൊ തന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. സ്ട്രെച്ചർ എടുക്ക്. ഓ അതെ. ഏയ് ഇല്ല 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 ഇല്ല, ഞാനൊന്നും പോയില്ല ആശുപത്രിയിലെ ശവോടക്കിനും. അല്ലെങ്കിൽ തന്നെ കണ്ട വേലക്കാരി പെണ്ണ് ചാവുമ്പോ നമ്മൾ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. ഓ, ഇവിടെയുള്ള മഹാത്മാക്കള് പോയിട്ട് വരട്ടെ. അല്ല പിന്നെന്താന്ന് വെച്ചാലേ, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചത് കൊണ്ടേ ചത്ത് 16 കഴിയാതെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്താമോ എന്നൊരു സംശയം. അത്രേ ഉള്ളൂ. ആ ദേ, അവര് വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാവേ. ശിവരാമേട്ടാ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞായിരുന്നോ? എന്തായി അവിടുത്തെ കാര്യങ്ങള്? എന്താ ശ്യാമളെ, ആരാ അവിടെ ചടങ്ങുകളൊക്കെ ചെയ്ത്? ഇതെന്ത് പാട്? അഞ്ജലി, ഇനി വന്നേ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ അമ്മായി അമ്മയോട് ചോദിക്കേ. ഞാനും കുഞ്ഞപ്പനും അതും കൂടി ആര്യയെ ചേർക്കി അകത്തെ മുറിയിൽ കിടത്തട്ടെ. ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ട്.
അതെ ശ്യാമളെ, എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ വിഷമം. സത്യം പറഞ്ഞ ഞാൻ ആ കൊച്ചിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. അവൾ ഒരു പാവമായിരുന്നു. ഒരു തരത്തിൽ ആലോചിച്ച എന്തൊക്കെ പറഞ്ഞാലും അവള് നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ ചടങ്ങുകളൊക്കെ അതിന്റെ മുറ പോലെ നടത്തിയേ പറ്റൂ. അടക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ 5-നോ 7-നോ സഞ്ചയനോ ഒക്കെ നടത്തി ബലിയിടലൊക്കെ നമുക്ക് പരശുരാമ ക്ഷേത്രത്തിൽ നടത്താം. അതാവുമ്പോ ഇവിടെ അടുത്താണല്ലോ. മതി, നിർത്ത്. ബലിയിടലും തിലഹോമൊക്കെ അവള് ചത്തട്ടു പോരെ. വെറുതെ മനുഷ്യനെ സ്വസ്ഥതകളെ. എന്താ ശ്യാമളെ ഈ ശിവരാമേട്ട പറയുന്നത്? അപ്പൊ അവള് മരിച്ചില്ലെന്നോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരിച്ചത് പത്മയല്ല, മറ്റൊരു പെൺകുട്ടിയാ. പത്മയുടേതെന്ന് കരുതി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബോഡി അവളുടേതല്ലാന്ന് പോലീസ് വന്ന് പറഞ്ഞു. പിന്നെ ആരുടെ അത്? തക്കല ഭാഗത്തുള്ള ഒരു നസീമയുടേതാന്നാ പോലീസ് പറയുന്നത്. ആ കുട്ടിയുടെ വാപ്പയും ഉമ്മയൊക്കെ വന്നിരുന്നു. ശേടാ, ഇതെന്ത് കൂത്ത്! ആ പോലീസുകാരന്മാര് തന്നെയല്ലേ പത്മ മരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അറിയില്ല എന്താ ഏതാ സംഭവിച്ചെന്ന് ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുക എല്ലാവരും. ഇന്ദിരേ, നീ ഏതായാലും ദൈവത്തിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചില്ലല്ലോ. വേണ്ട, പത്മയുടെ കാര്യത്തിൽ രണ്ടിലൊന്നറിയുന്നത് വരെ ഈ വീട്ടിൽ ഇനി വിളക്ക് കത്തിക്കണ്ട ആരും. അപ്പൊ പിന്നെ പത്മയ്ക്ക് ഇതെന്തു പറ്റി? ചാവാതെ അവളിപ്പോ എവിടെ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ കാലങ്ങ് നേരെ വെച്ചോ. വാ. മക്കളെ, ഞങ്ങളിന്ന് ഇറങ്ങുവാണേ. പോവാന്ന്. ബട്ട് പത്മ കൊല്ലപ്പെട്ടു എന്നതിന് ഇപ്പോഴും ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. ആ കുട്ടി മിസ്സിംഗ് ആകാനും സാധ്യതയുണ്ട്. അർജുൻ, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? എന്താ വീടും കൂടിയൊന്നും വേണ്ടേ നിനക്ക്? നിന്നെ, ഞാൻ അർജുനോടാ ചോദിക്കുന്നത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? എന്തു വേണമെന്നോ? ഇന്നലെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ നീ. നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് നിന്റെ അമ്മയായി എനിക്കറിയണ്ടേ? അറിയണ്ട. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞിട്ടെന്തിനാ? ഞാൻ പോകുന്നിടത്തെല്ലാം വന്ന് എന്നെ പൂട്ടിയിടാനോ? അതോ ഞാൻ അറിയാതെ എന്നെ പിന്തുടർന്ന് വന്ന് എന്റെ സ്വകാര്യത കണ്ടെത്തി അത് ആഘോഷിക്കാനോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇനിയിപ്പോ ഉദ്ദേശം എന്ത് തന്നെ ആണെങ്കിലും
അതിന് നിന്ന് തരാൻ എനിക്ക് മനസ്സിലെങ്കിലോ? നിങ്ങൾ എന്നെ കൊന്നുകളയോ? എന്നാ കൊല്ല്, കാണട്ടെ. അങ്ങനെയൊന്നും മിണ്ടാതെ നിന്നാ എങ്ങനെ ശരിയോ അർജുനെ? ഒന്നുമില്ലെങ്കിലും സ്വന്തം അമ്മയല്ലേ ചോദിക്കുന്നത്. അവര് ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞിട്ട് പോന്നി. സമാധാനം ബോധിപ്പിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? അർജുൻ, അല്ല, എന്നോട് ഇതൊക്കെ പറയാൻ ആജ്ഞാപിക്കാൻ നിങ്ങൾ എന്താരാ? പറ, നിങ്ങൾ എന്താരാ? അർജുൻ, നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അതോ നിന്റെ സമനില തെറ്റിയോ? ഇന്ദു നിന്റെ കുഞ്ഞമ്മയാ. എന്നെപ്പോലെ തന്നെ ഇവൾക്കും നിന്നോട് കാര്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ട്. ഓ, ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. എന്നാലേ ഈ നിൽക്കുന്ന സ്ത്രീയോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല. ഇവരോടൊന്നല്ല, ആരോടും. അർജുൻ, എവിടെയാ നീ വീട്ടിൽ കയറാതെ നടന്നിരുന്നത്? എന്താ അതിന്റെ ഒക്കെ അർത്ഥം? കുറച്ചു ദിവസം മുമ്പ് നിന്റെ ഏട്ടൻ അഭിലാഷ് ഇതുപോലൊരു രാത്രി 4 കാലിൽ വന്ന് ഷോ കാണിച്ച് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ അതുപോലെ ചിലത് ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ വീട്ടിൽ കയറണ്ടെന്ന് തീരുമാനിച്ചത്? സോറി, ഈ വീട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ കാണാനും കണ്ടതിനോട് പ്രതികരിക്കാനും ഏട്ടന് ചിലപ്പോൾ മദ്യത്തിന്റെ സഹായം വേണമായിരിക്കും. എന്നാ ഈ അന്യനാള് വേറെയാ. പറയാനുള്ളത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി തന്നെ പറയും. അതാരായാലും അങ്ങനെ തന്നെയാ. ശരി ശരി, മതി, നിർത്ത് എന്റെ കപല പ്രസംഗം. ആ റെയിൽവേ ട്രാക്കിൽ കിടന്ന് ചത്തുപോയ ഹാങ് ഓവർ ആണ് നീ ഇപ്പൊ കാണിക്കുന്നത്. മോനെ അർജുനെ, അക്കാബാസും തങ്കച്ചി ബാസൊക്കെ കാണാൻ നല്ല രസാ. അതൊക്കെ അങ്ങ് സിനിമയിലും നാടകത്തിലും. ഇത് ജീവിതമാ, അത് മറക്കണ്ട നീ. അറിയാം, ഇത് ജീവിതമാ. അത് മറന്നു പോകുന്നത് ഞാനല്ല, അച്ഛൻ തന്നെയാ. അതുകൊണ്ടാ സ്വന്തം സുഹൃത്തിന്റെ മകനെ പീഡന കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി ആ പാവം പിടിച്ച പെങ്കൊച്ചിനെ കൊന്നു തള്ളിയത്. അർജുൻ, വന്ന് നിനക്ക് അച്ഛനെതിരെ പോലും എന്തും പറയാവുന്ന അവസ്ഥയായോ? കേസ് ജയിക്കാൻ വേണ്ടി മാത്രം സ്വന്തം മോനെ വീട്ടിൽ പൂട്ടിയിടാനും മോളെ പോലെ കരുതേണ്ട കൊച്ചിനെ കൊന്നു തള്ളാൻ കൂട്ടു നിൽക്കുന്ന അച്ഛനോട് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മ പറയുന്നത്? അർജുൻ, സ്റ്റോപ്പ്. യു ആർ ക്രോസ് ദ ലിമിറ്റ്. എന്റെ ലിമിറ്റ് ഞാൻ തന്നെ അച്ഛൻ വരയ്ക്കുന്നത്. അതുകൊണ്ട് ക്രോസിങ്ങിനെ കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട. പിന്നെ പത്മ, അവളെ അങ്ങ് ഇല്ലാതാക്കിയ എല്ലാം അവസാനിച്ചു എന്ന് അച്ഛൻ കരുതുന്നുണ്ടെങ്കിൽ അച്ഛന് തെറ്റി. ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതുവരെ ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് ചോദിക്കാൻ അവളുണ്ട് അച്ഛന്റെ പിന്നാലെ. അഡ്വക്കേറ്റ് അഞ്ജലി. പത്മയുടെ സ്വന്തം വക്കീല്. ഇന്നല്ലെങ്കിൽ നാളെ പത്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അഞ്ജലി കണ്ടെത്തും. ഇന്നച്ഛൻ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ചില സത്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അച്ഛന് തന്നെ അന്നൊരു ബാധ്യതയായി മാറുകയും ചെയ്യും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഡേ. ഫൈനൽ ജഡ്ജ്മെന്റ് ഉടനെ ഉണ്ടാവും.
എങ്ങോട്ട് അടി ഇടിച്ചു കയറി പോകുന്നേ? ഇവിടെ ചോദിക്കാൻ പറയാനൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല, ചെയ്യാനാ ഉള്ളത്. ദേ എടി ഏയ് ഷ്ഷ്. ഒച്ചയെടുത്ത് ആളെ കൂട്ടി സ്വയം നാറാൻ നിക്കണ്ട. സത്യം പറ, നീയൊക്കെ കൂടി ആ പത്മ എന്താ ചെയ്തത്? പത്മയോ? അതെ, എന്താ ആ പേര് നീ കേട്ടിട്ടില്ലേ? നീ സത്യം പറയുന്നോ അതോ ഞാൻ ചോദിക്കേണ്ട ആൾക്കാരെ കൂട്ടി വന്ന് ചോദിക്കണോ? പത്മ എവിടെ? നിനക്ക് പണ്ടേ ഒരു എല്ല് കൂടുതലാണെന്ന് എനിക്കറിയാം. അതിന്റെ തിളപ്പാണല്ലോ ആ പെണ്ണിനെ മുമ്പിൽ നിർത്തി ഇത്രയും നാള് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴവള് ചത്തെന്നായപ്പോ നിനക്ക് എന്തായാലും സമനില തെറ്റിയോ? ദേ, വാക്കുകൾ നീ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതേ എന്റെ വീടാ, എന്റെ പ്രൈവറ്റ് പ്ലേസ്. ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്ന് എന്നെ മര്യാദ പഠിപ്പിച്ചാലുണ്ടല്ലോ നിന്നെ. കാർത്തി, കുട്ടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മകനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പറ കാർത്തിക്, പത്മ എവിടെ? നീ അത് പോയി വല്ല ശ്മശാനത്തിൽ പോയി അന്വേഷിക്കണം. എന്റെ അമ്മേ എനിക്കെതിരെ വക്കാലത്ത് ഏൽപ്പിച്ച പരാതിക്കാരി ചത്തുപോയി. ദാ അതോടെ ഇവളുടെ സമനില തെറ്റിയെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ ചത്തുപോയവർ അന്വേഷിച്ച് ഇവിടെ കയറി വന്ന് ബഹളം ഉണ്ടാക്കൂ. നീ എന്താണ് ഇവിടെ? ഇനി ആരുടെ ജീവിതം തൊലയ്ക്കാനായിട്ടാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? നിനക്ക് എന്താ ഇനി വേണ്ടത്? പറയടി. എടി, പറയാൻ. എന്താ നിനക്ക് വേണ്ടേ? നീ പറ. എന്നോട് നിനക്ക് വേണ്ടത്? കാർത്തികെ പിടിച്ച് മാറ്റടാ. ജീവിതം തൊലച്ചത് നിനക്ക് മതിയായിട്ടടി. നിനക്ക് എന്താ വേണ്ടത്? പറയടി. കാർത്തികെ പിടിച്ച് മാറ്റടാ. ജീവിതം തൊലച്ചത് നിനക്ക് മതിയായിട്ടടി. നിനക്ക് എന്താ വേണ്ടത്? പറയടി. വീടാനല്ലേ പറഞ്ഞേ? ലൈഫ് സ്പോയിൽ ചെയ്ത് ഞാൻ വിടില്ല. ഒരു കാലത്തും വിടില്ല. പറഞ്ഞോട്ടെ, എന്റെ കഴുത്തിൽ വിടാൻ. കാവ്യേ, എന്താടി ഇത്? നീ എന്താടി ഇവിടെ? നിനക്കെന്താടി ഇവിടെ കാര്യം? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. ഇറങ്ങും. ഇറങ്ങാൻ തന്നെയാ വന്നത്. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. കിട്ടിയേ പറ്റൂ. ഓ, നിനക്കിനി പുതുതായിട്ട് എന്ത് തേങ്ങയാണാവോ അറിയേണ്ടത്? ദേ മിസ്റ്റർ MP, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്റെ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്കറിയാം. നീ നിന്ന് കൂടുതൽ അങ്ങ് വികാരപ്പെടാതെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുളച്ചിട്ട് പോവാൻ നോക്ക്. പത്മ എവിടെ? ചേടാ, ഇതെന്തൊരു പാടാണ്. എടി, പത്മയല്ലേ ചത്തത്. നിനക്കെന്താടി സമനില തെറ്റിയോ? അതാ വെച്ചാ ഞാനും ചോദിക്കുന്നത്. നിന്ന് പിച്ചും പേയും പറയാതെ ഇറങ്ങി പൊടി വിടുന്നു. ഇനി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കിട്ടിയ അടങ്ങുള്ളൂന്ന് വെച്ചാ കേട്ടോ, പത്മയെ ഞാൻ തന്നെയാ കൊന്നത്. എന്നിട്ട് ആത്മഹത്യയാക്കാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇട്ടു. എന്താ മതിയോ മറുപടി?
അതെ, നീ വലിയ സാമർത്ഥ്യക്കാരിയല്ലേ? ആ മുരളി ചാടിച്ചു കൊണ്ടുപോയി മാപ്പ് സാക്ഷിയാക്കിയ സാമർത്ഥ്യക്കാരി. പത്മയെ ഇവൻ തന്നെയാ കൊന്നതും റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതും. നീ പോയി നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ചെയ്ത് കാണിക്കും. എന്റെ അച്ഛൻ ബാക്കി നോക്കിക്കോളും. എന്താ മറുപടി കേട്ട് നിനക്കങ്ങ് ബോധിച്ചോ? അതോ ഇനിയും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ചോദിക്കാനല്ല, പറയാനാ ഉള്ളത്. റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടിയ ബോഡി പത്മയുടേതല്ല. ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് അഞ്ജലിയെ ഇനിയെങ്കിലും ഈ കേസിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കണം. അവൾ ഈ കേസിൽ നിന്ന് മാറട്ടെ, അതോടെ തീരും എല്ലാ പ്രശ്നങ്ങളും. എന്റെ ദൈവമേ, ഇത് അർജുനും അഞ്ജലിയും അല്ലേ?